എല്ലാവർക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പറളി റെയിൽവേ സ്റ്റേഷനിലാണ്. ഓക്കെ, നമ്മളിവിടെ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നത്. സോളോ ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറളി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇന്ന് പറളി റെയിൽവേ സ്റ്റേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പറളി റെയിൽവേ സ്റ്റേഷൻ ഭാരതപ്പുഴയുടെ സൈഡിലായിട്ടാണുള്ളത്. ഭാരതപ്പുഴ തൊട്ടപ്പുറത്ത് ഒഴുകുന്നുണ്ട്, അതിൻ്റെ സൈഡിലായിട്ടാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വ്യൂ. ഓക്കെ, അപ്പോൾ ഇതാ ആ കാണുന്നതാണ് പറളി പുഴ കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താണ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു വ്യൂ ആണ്. പറളിയുടെ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നമുക്ക് ഈ റോഡ് പോകുന്നത് മുണ്ടൂർ റോഡാണ്, കോഴിക്കോട് ഹൈവേയിൽ മുണ്ടൂർ റോഡാണിത്. അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും പോകാൻ പോകുന്നത് പല്ലാവൂരാണ്. പല്ലാവൂർ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമുണ്ട്. കുഞ്ഞിരാമായണം അങ്ങനത്തെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമുണ്ട്. വാമല അയ്യപ്പ ക്ഷേത്രം എന്ന് പറയും. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ യദു ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പല്ലാവൂർ പോകാൻ തീരുമാനിച്ചത്. എന്നാലും കുറേ കാലമായി പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. മഴയുണ്ട്, നോക്കട്ടെ, പറ്റുന്ന മാതിരി നമുക്ക് കണ്ടിട്ട് വരാം. എന്തായാലും നല്ലൊരു സ്പോട്ടാണത്. കണ്ടിട്ട് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആ സ്പോട്ട്. അത് കാരണം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, ഇതാണ് മുണ്ടൂർ റോഡ് പറളിയുടെ. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ മഞ്ഞ് മൂടി നിൽക്കുന്നതുകൊണ്ട് കല്ലടിക്കുളം മല കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് സ്കൂട്ടാവാം. കാറിലാണ് പോകുന്നത്. പോവാം. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് പറളി ബ്രിഡ്ജ്, പറളിപ്പുഴ. ഇത് നമ്മൾ പുതിയ പാലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇത് പറളി പഴയ പാലം ഈ കാണുന്നത്. ഓക്കെ, പറളിന്ന് ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഉണ്ട് പല്ലാവൂർക്ക്, കറക്റ്റ് പറയുകയാണെങ്കിൽ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അങ്ങനെ പോട്ടെ. എന്തായാലും ഇപ്പം പാലക്കാട് വഴിയാണ് പോകുന്നത്. പാലക്കാട് കൊടുവായൂർ അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ നെന്മാറ റൂട്ടാണ് പല്ലാവൂർ. അപ്പം നമ്മൾ അങ്ങനെ പാലക്കാട് KSRTC സ്റ്റാൻഡ് എത്തിയിട്ടാ. ഇതാണ് പഴയ പാലക്കാട് പൊളിച്ച KSRTC സ്റ്റാൻഡ്. ഇപ്പം പുതിയതായിട്ട് പുതുക്കി പണിയാണ്. കുറെ വർഷങ്ങളായിട്ട് ഇത് സംഭവം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് തിരിയേണ്ടത് കേട്ടോ. പാലക്കാട് ഇപ്പോൾ പല്ലാവൂർ പോവുകയാണെങ്കിൽ നെന്മാറ റൂട്ട് തിരിയേണ്ടത് ഇവിടെ നിന്നാണ്. കുറേ പേര് പറഞ്ഞു നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ സ്ഥലങ്ങൾ നമ്മൾ പാലക്കാട് പരിചയമുള്ളവർക്ക് പറയുന്ന പോലെ മാത്രമാണ് പറയുന്നത്. കുഴിയുണ്ട്, വലിയ കുഴിയാടാ പറയുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് പാലക്കാട് നമ്മുടെ മിഷൻ സ്കൂൾ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്കൂൾ എന്ന് പറയും. അതാണ് മിഷൻ സ്കൂൾ. അപ്പോൾ നമ്മളിതാ അങ്ങനെ നെന്മാറ റോഡിലേക്കാണ് കയറാൻ പോണ്. കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കോട്ടമൈതാനം ഉണ്ട് കേട്ടോ. കോട്ടമൈതാനത്ത് നിന്ന് തിരിയുന്നില്ല, നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞിട്ടാണ് പോകുന്നത്. പാലക്കാട് ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസൊക്കെ ഇവിടെയാണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു എന്താ പറയുക, എങ്ങനെയാണ് റൂട്ട് എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ റൂട്ട് പലർക്കും പരിചയമില്ല, പുറമെയുള്ള ജില്ലക്കാർക്ക്. അപ്പോൾ നേരെ ഒന്ന് വിശദമായി പറയാൻ പറഞ്ഞു. ഇത് ഞങ്ങൾ വന്നത് ഒറ്റപ്പാലം റൂട്ടിലുള്ള പറളി എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അടുത്തുള്ളത് പാലക്കാട് KSRTC സ്റ്റാൻഡാണ് തിരിയേണ്ടത് പല്ലാവൂർ റൂട്ടിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ ആ റൂട്ടിലൂടെ പോവാണ്. അപ്പോൾ എന്തായാലും നല്ല മഴയുണ്ട്, മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, തോർന്നിട്ടേ ഇല്ല. നമുക്കെന്തായാലും അപ്പോൾ നമ്മളങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. KSRTC സ്റ്റാൻഡ് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് യാക്കര എത്തി. ഇതാണ് പാലക്കാടിലെ കുറേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. യാക്കര ടൗണിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. യാക്കര, കൂട്ടുമുക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ യാക്കര പുഴയുണ്ട്, പുഴ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ പോകുന്നത് പല്ലാവൂർ പോകുന്നത് നെന്മാറ വഴിയാണ്. നെന്മാറ റൂട്ടിലാണ് പോകുന്നത്. നെന്മാറ എത്തണ്ട, നെന്മാറ എത്തുന്നതിന് മുന്നേ തിരിയും. കിണാശ്ശേരി കൊടുവായൂർ വഴിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പാലക്കാട് നിന്ന് നമ്മൾ തിരിഞ്ഞിട്ട് പല്ലാവൂർ റൂട്ട് എന്നല്ല, നെന്മാറ റൂട്ട് എന്നാണ് പറയുക. കിണാശ്ശേരി കൊടുവായൂർ ആ വഴിയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ യാക്കര പാലം, ഗായത്രിപ്പുഴ കേട്ടോ. ഇതാണ് ഗായത്രിപ്പുഴ. അത് ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോ നമ്മളങ്ങനെ കിണാശ്ശേരി എത്താറായി. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോട്ടെ ഞങ്ങള്. അപ്പൊ ഞങ്ങളിപ്പോ കൊടുവായൂർ ടൗൺ എത്തി. കൊടുവായൂർ ടൗൺ ഇതാണ് കേട്ടോ, കൊടുവായൂർ ടൗൺ. ഇത് മെയിൻ നമ്മൾ കൊടുവായൂർ ടൗണിൽ വന്ന് ചേരുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് പോയാൽ പൊള്ളാച്ചി, ലെഫ്റ്റ് പോയാൽ പൊള്ളാച്ചി. ഇങ്ങോട്ട് പോയാൽ കൊടുവായൂരിന്ന് നെമ്മാറ റോഡിലേക്ക് കയറി. നെമ്മാറ റോഡിൽ നിന്ന് നേരെ തൃപ്പാളൂരല്ലടാ, നമ്മുടെ ഇവിടെ ഇല്ലേ എത്തനൂരില്ലേ, എത്തനൂരൊക്കെ പോകും ഈ റോഡ്. നേരെ പോയാൽ എത്തനൂര്, വെമ്പലൂര് പറഞ്ഞിട്ട് കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടുന്ന് ലെഫ്റ്റ് തിരിയണം. നമുക്കൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷന്റെ പേരൊരു പ്രത്യേകതയാണ്, ഞാൻ എത്തിയിട്ട് പറഞ്ഞുതരാം എന്താ പേര്. ഓക്കെ, നമ്മളിപ്പോൾ കൊടുവായൂർ ടൗൺ എത്തിയപ്പോൾ ഇപ്പം ഞാൻ വിശദമായി പറയണം എന്താ വെച്ചാൽ, ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ വരേണ്ട റൂട്ടാണ് പറയണത്. ടൗണിൽ കടകളൊക്കെ അടച്ചിരിക്കുക, ഞായറാഴ്ച കൊണ്ട് തോന്നുന്നു കടകളൊക്കെ അടച്ചിരിക്കുകയാണ്. കൊടുവായൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കുറേ സാധനങ്ങൾ നല്ല ലാഭത്തിൽ കിട്ടും. ഷർട്ട്സ്, പിന്നെന്താ പച്ചക്കറി, ഇതൊക്കെ തമിഴ്നാടിനോട് അടുത്തുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഹോൾസെയിൽ മാർക്കറ്റ് കൂടുതലാണ്. കൊടുവായൂർ മാർക്കറ്റൊക്കെ ഫേമസ് ആണ്. അതെ, എന്താ പറയുക, എന്താണ് ഇറച്ചിയോ? ഇത് പറയുന്നത് ഇറച്ചി വില കുറവാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കൊടുവായൂർ. പാലക്കാട് ടൗണിനേക്കാളും വില ചീപ്പാണ് ഇത്ര ഇവിടെ എല്ലാ സാധനങ്ങളും. അങ്ങനെ ഞാൻ കേട്ടിട്ടോ, ഞാൻ ഇതായിട്ടില്ല. ഷർട്ടൊക്കെ ഞാനൊരു 2-3 തവണ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്, അത് ചീപ്പ് തന്നെയാണ്. അപ്പോ കൊടുവായൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതാണ്. കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും യാത്ര തുടരാം. അപ്പോ ഇതാണ് ജംഗ്ഷൻ കേട്ടോ. അങ്ങോട്ട് മറ്റേ നെമ്മാറയ്ക്ക് തിരിയേണ്ട ജംഗ്ഷനാണ്. ഇത് നേരെ പോയത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വെമ്പലൂര്, എത്തനൂരൊക്കെ എത്തും. ഇത് പിട്ടുപീടിക എന്നാണ് ഈ ജംഗ്ഷന്റെ പേര്. അതാണ് ഞാൻ പറഞ്ഞൊരു പ്രത്യേകതയുള്ള സ്ഥലമാണെന്ന്. പിട്ടുപീടിക കേട്ടോ. പിട്ടുപീടിക ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. നമ്മൾ നെമ്മാറ വല്ലെങ്കിൽ വേലയ്ക്കൊക്കെ പോയില്ലേ, അത് ഈ വഴിയാണ് പോവുക. നെമ്മാറ വേല ഫേമസ് ആണ്, പാലക്കാട് ഫേമസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മള് നെമ്മാറ റൂട്ടിലാണ് പോണത്. നെമ്മാറ റൂട്ടിൽ നമ്മൾ ഈ കൊടുവായൂർ കുറച്ച് ദൂരം കൂടി പോയാൽ കൊടുവായൂരായി. കൊടുവായൂരല്ല, സോറി, പല്ലാവൂരായി. അപ്പൊ അങ്ങനെ പോട്ടെ. ഞങ്ങളിത് പോണ വഴിയുണ്ടാ, ഞങ്ങൾ പോണ വഴിയാണിത്. ഇത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ ഉണ്ട്. ചെറിയൊരു കാടന്നെയാട്ടാ, ഉണ്ടാ, ചെറിയൊരു കാടന്നെയാണിത്. അത് പാടങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലൊരു കാട് എന്ന് പറയാം. അങ്ങനെ പോവാണ്. പല്ലാവൂർ എത്താറായി. പല്ലാവൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് തോന്നുന്നു. ഞാൻ മുമ്പ് പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത് ഇടയിലുള്ള ഒരു സ്ഥലം, നല്ലൊരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ അല്ലേ? അടിപൊളി. ഓ, ഉണ്ടോ? സാധാരണ വേലയ്ക്ക് വരുന്ന കേട്ടോ, നെമ്മാറ വേലയ്ക്ക് ഈ വഴിയാണ് വരിക. നല്ല ഇരുട്ടാണ് ഈ സ്ഥലത്ത്. നമ്മൾ പല്ലാവൂരിൽ നിന്ന് കുനിശ്ശേരി റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ ആ റോഡിന്റെ റൈറ്റ് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ അത്. അതാണ് വാമല, നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം, വാമല മുരുകൻ ടെമ്പിൾ. കണ്ട നല്ല പാലക്കാടൻ വ്യൂ അല്ലേ, കരിമ്പനകളും ആ ഒരു ഭംഗി തന്നെ കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. അപ്പോൾ
അമ്പലമാണിത്. അതുകൊണ്ടാണ് ഷൂട്ടിങ് തിരഞ്ഞെടുത്ത് പോകുന്നു. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ കണ്ടോ. ഓ, അങ്ങനെ ഇന്ന് ഇത് കാണണം വിചാരിച്ച് വന്നാണ്. എന്തായാലും സംഭവം നടന്നു. മഴ ആയതുകൊണ്ടേ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം പാറയൊക്കെ ഇത്ര കയറണമെന്ന് അറിയില്ല, ഞാൻ മുമ്പ് വന്നിട്ടുമില്ല. ഓ, ഇതാണ് വാമല മുരുകൻ ടെമ്പിൾ. പാലക്കാട് പല്ലാവൂരിലുള്ള വാമല മുരുകൻ ക്ഷേത്രമാണിത്. ഓ, ഇങ്ങോട്ടുള്ള വ്യൂ ഉണ്ടോ, എന്താ ഭംഗി, കിടിലൻ. നല്ല വ്യൂ ട്ടാ. ഇത് വന്നത് എന്തായാലും കിടുക്കിട്ടാ. ഏതോ നോക്ക്, സംഭവം കലക്കിണ്ട്. വന്നത് ഒരു എന്താ പറയുക, ഭംഗിയുള്ളൊരു സ്ഥലം കാണാൻ പറ്റി. എന്തായാലും വളരെയധികം സന്തോഷമായിട്ടത്. അടച്ചിട്ടിരിക്കുകയാണ് അമ്പലം. ഇതിൻ്റെ അപ്പുറം കാണിച്ചു തരാം. നമുക്ക് ഈ അമ്പലത്തിൻ്റെ ചുറ്റിനൊന്ന് പോയി നോക്കാം അല്ലേ. ഓ, അപ്പുറത്ത് വേറൊരു പാറ. വാവ്, ഇവിടെ അതിലും നന്നായിട്ടുണ്ട് വ്യൂ. ഓ, കിടിലൻ. എടാ ഇങ്ങോട്ട് വാ യദു. ഓ, ഇതൊക്കെ കണ്ട് ആസ്വദിക്കേണ്ട കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല അതെങ്ങനെയാണ്. ഇതുണ്ടോ, എന്താ ഭംഗി. കണ്ട് ആസ്വദിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആ ഒരൊറ്റ മരം മാത്രമേ ഉള്ളത്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഓ, ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ആ ഒരു മരം മാത്രമായിട്ട് കാണുന്നത്. മഴ ചാറുന്നുണ്ട് കേട്ടോ, നല്ല മഴച്ചാറലുണ്ട്, വഴുക്കലുണ്ട്. ഇവിടെ വന്നാൽ ശ്രദ്ധിക്കേണ്ട, മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതാണ്, നല്ല ശ്രദ്ധിക്കണം, വഴുക്കലുണ്ട്. ഓ, ഇതാണ് ബാക്ക് സൈഡ് ഉണ്ടോ, വാമല മുരുകൻ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പോൾ ഫുൾ വ്യൂ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അറൗണ്ടുള്ള ഫുൾ വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാവരും ഒരു പാലക്കാട് നിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഡ്രൈവ് മാക്സിമം എത്താം. പല്ലാവൂർ വന്ന് പല്ലാവൂരിൽ നിന്ന് റൈറ്റ് കുനിശ്ശേരി പോകുന്ന റോഡിലാണ് ഇത്. ഒരു ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഒന്നായി, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ വ്യൂവിലാണ് ആ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഭംഗി കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഭംഗി. അതിൻ്റെ ആ ഫുൾ ക്യാമറയിൽ വരുന്ന ആ സീനിൽ വരുന്ന ഒരു ഷോട്ടാണിത്. ഇങ്ങനെ ഇവിടെ നിന്നാണ് ഈ സ്ഥലത്താണ് അവരൊക്കെ നിൽക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്തത്, എല്ലാവരും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വാമല ശ്രീ മുരുകൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. ഒരു നേരം എന്താ പറയുക, ഒരു ഹാഫ് ഡേ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ട് വരാവുന്ന സ്ഥലമാണ് പാലക്കാട് തന്നെ ആണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് പാലക്കാട് ടൗണിൽ നിന്ന് നെന്മാറ റൂട്ടിൽ വന്നാൽ, നെന്മാറ റൂട്ടിൽ നിന്ന് പല്ലാവൂർ ജംഗ്ഷൻ ഉണ്ട്. നേരെ ഒരു എങ്ങോട്ട് തിരിയണ്ട, പല്ലാവൂർ ജംഗ്ഷനിൽ നിന്ന് പിന്നെ തിരിയണം കുനിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന റോഡിൽ കയറിയാൽ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ വന്നാൽ ഈ ക്ഷേത്രം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ഒരു ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാലാണ് ചെയ്യാം. അത് സൈഡ് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്നുണ്ട്. അവിടെ അത്രയും ഫേമസ് ആണ് ഈ ക്ഷേത്രം. സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വാമല മുരുകൻ ടെമ്പിളിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ once again bye from